Good morning. Day 2 in Oman. And ഇന്ന് നമ്മൾ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ലൈക്ക് ബൈ വാക്കിംഗ് ഓർ ബൈ ടാക്സി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോകാം എന്ന് വിചാരിക്കുന്നു. സോ ഐ എം എ ലിറ്റിൽ ലേറ്റ്. കുറച്ച് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല വിശക്കാൻ ചാൻസ് ഉണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനാണ് പ്ലാൻ. അങ്ങനെ കുറച്ച് നേരം നടന്നപ്പോഴേക്കും ഞാനൊരു ഇന്ത്യൻ കോഫി ഷോപ്പ് അവിടെ കണ്ടു. അപ്പോൾ അവിടെ കയറി നല്ല അടിപൊളി ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ കഴിച്ച് ഞാൻ നേരത്തെ ഒമാൻ ടാക്സി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ടാക്സി എടുത്ത് ഞാൻ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്പോട്ട് ഓഫ് ദ ഡേയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ഫോർ ദ ഡേ ഈസ് എ മോസ്ക്. ഈ മോസ്കിൻ്റെ പേര് സുൽത്താൻ അൽ ഖുബൂസ് മോസ്ക് എന്നാണ്. ഇത് എൻ്റെ സെക്കൻഡ് ടൈമാണ് ഇൻ എ മോസ്ക് ഇൻ UAE. ഫസ്റ്റ് വൺ വാസ് ഇൻ അബുദാബി. ഇവിടുത്തെ ഈ സുൽത്താൻ അൽ ഖുബൂസ് മോസ്കിൻ്റെ ആർക്കിടെക്ചർ ഇൻക്രെഡിബ്ലി ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്ത് പോയി നോക്കാം. This is Sultan Al Quboos Grand Mosque. I hope I'm pronouncing it right. ഞാൻ ഈ അബായ ലാസ്റ്റ് അബുദാബി ഗ്രാൻഡ് മോസ്കിൽ പോകാൻ വേണ്ടി അന്ന് അവിടെ നിന്ന് മേടിച്ചതാണ്. അതിനൊരു ഉപകാരം എനിക്കിപ്പോൾ ഉണ്ടായി. പക്ഷെ ഇവിടെ ആക്ച്വലി ഇങ്ങനെ ഇത്ര പോലും കാണാൻ പാടില്ല. ഇവിടെ പോലും പിന്നെ വെച്ച് കവർ ചെയ്യാൻ പറഞ്ഞു. എനിക്കിവിടെ ജസ്റ്റ് ഇത്രയും കാണുമായിരുന്നു, അതുപോലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കണ്ടോ ഇഷ്ടമാവും. ഇഫ് യു ക്യാൻ സ്പെൻഡ് ഇനഫ് ടൈം യു ക്യാൻ ജസ്റ്റ് സ്റ്റാൻഡ് ഇൻ വൺ കോർണർ ആൻഡ് ജസ്റ്റ് ടേക്ക് ഇൻ ദ ബ്യൂട്ടി ഓഫ് ദ പ്ലേസ്. ഏകദേശം ഒരു ജാദു ലുക്ക് ഉണ്ടെങ്കിലും കൊള്ളാം അല്ലേ? നല്ല തണുത്ത കാറ്റുണ്ട്. ഭയങ്കര തണുത്ത കാറ്റൊന്നുമല്ല, വി ആർ ഇൻ ഒമാൻ, ബട്ട് സ്റ്റിൽ നല്ല ബ്രീസിയാണ്. പിന്നെ താഴെയൊക്കെ കല്ലൊക്കെ നല്ല തണുപ്പുള്ളതുകൊണ്ട് മൊത്തത്തിലൊരു കൂൾ ഫീൽ. ഞാനിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറച്ചേരം ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം. കുറെ ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ മത്ര സൂക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇറ്റ്സ് കോർണിഷ് ആൻഡ് സൂക്ക് ടുഗെദർ. അഗൈൻ ഐ ടുക്ക് ഓ ടാക്സി ആൻഡ് ഇവിടെ 20 minutes ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ എൻ്റെ ഒരു സ്കെഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ലേറ്റ് ആണ്. പിന്നെ എപ്പോഴും ലേറ്റ് ആണല്ലോ, അതുകൊണ്ട് നോക്കാം. ഇനി ഏകദേശം ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങിയത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുറച്ചൊന്ന് പോയി ജസ്റ്റ് ഒന്ന് സൂക്കിലൊക്കെ ഒന്ന് കറങ്ങി പെട്ടെന്ന് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് മുത്ര സൂക്ക്. ഇത് ഇവിടുത്തെ മുത്ര കോർണിഷിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു സൂക്കാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഈ അല്ലറ ചില്ലറ ഗിഫ്റ്റബിൾ ഐറ്റംസും പിന്നെ കുറച്ച് ഒമാനി യുണീക്ക് ഒമാനി ഐറ്റംസും പിന്നെ എന്തെങ്കിലും സുവനീഴ്സൊക്കെ നമുക്ക് വല്ല മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പെർഫെക്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട്. അധികം ഒന്നും മേടിച്ചില്ല, കാരണം അങ്ങനൊരു ഐഡിയ എനിക്കില്ലായിരുന്നു. ഐ ജസ്റ്റ് ബോട്ട് ഫ്യൂ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈസ് ഫോർ 2 nights and 2.5 days എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ, അതുകൊണ്ട് എനിക്ക് വളരെ കുറച്ച് സമയം കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ വേഗം സൂക്കിൽ നിന്ന് കോർണിഷിലേക്ക് പോയി. മുട്ര സൂക്കിന് ഓപ്പോസിറ്റുള്ള മുട്ര കോർണിഷ്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം കുറച്ചും കൂടി ഇവിടെ ഒരു വൈബൊക്കെ ആയിരിക്കാം, ലൈറ്റ്സ് ഒക്കെ വന്നിട്ട്. ഇപ്പോൾ സണ്ണിയാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ മുട്ര ഫോർട്ട് കാണാം, കണ്ടോ? പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള സമയമില്ല. ഞാൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇനി അത് വരാൻ വേണ്ടി കാത്തിരിക്കുക. മേ ബി നെക്സ്റ്റ് ടൈം കുറച്ച് നേരം കൂടി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം.
നമ്മളിങ്ങനെ വേറെ രാജ്യത്തേക്കൊന്നും പോയില്ലെങ്കിലും ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇതേപോലെ കുട്ടി കുട്ടി പിക്നിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രാവലൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം യു വിൽ സീ അനദർ സൈഡ് ഓഫ് യുവർ സെൽഫ് ആൻഡ് യു വിൽ എൻജോയ് യുവർ കമ്പനി മോർ ആൻഡ് ദെൻ യു മീറ്റ് വെറൈറ്റി ഓഫ് ന്യൂ പീപ്പിൾ. ഇപ്പോൾ ഇവിടെ ഈ അങ്കിൾമാരാണ് ചേട്ടന്മാരെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് ഒരു ചിപ്സ് പാക്കറ്റും ഒരു വാട്ടർ ബോട്ടിലും വാക്കിംഗ് അലോൺ ആൻഡ് ദേ ഫെൽ ദാറ്റ് ഐ വാസ് ടയേർഡ്. എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇവിടുത്തെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ UAE വെച്ച് നോക്കുമ്പോൾ എസ്പെഷ്യലി ലോക്കൽസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒട്ടും ജാടയോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. അവരെ നമ്മളെ ശരിക്കും കൺസിഡർ ചെയ്യും, കെയർ ചെയ്തിട്ടാണ് ലൈക്ക് സംസാരിക്കുന്നതൊക്കെ. അതൊരു ഭയങ്കര വ്യത്യാസം കേട്ടോ കമ്പയർ ടു UAE. പിന്നെ എല്ലാവരും പാവമാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളുമാണ്. You listen to Indian song? No. Only for you. Oh, thank you. But I am not from North. This is not my language. You? This is Hindi. Yeah, but you I speak Malayalam. I'm from South. This is North India. different. Different. But I understand. അങ്ങനെ ഞാൻ ഓടിക്കതച്ച് ഹോസ്റ്റലിൽ തിരിച്ചെത്തി, റീപാക്ക് ചെയ്ത് കോസ്റ്റ്യൂം മാറി എൻ്റെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആൻഡ് ദിസ് വാസ് ഓൺലി പോസിബിൾ ബിക്കോസ് ഓഫ് ഇൻക്രെഡിബ്ലി സ്വീറ്റ് ജോയി ഹു വാസ് മൈ റൂംമേറ്റ്. Hi, so now we are off to Al Said Port, from where we will be having our trip to Damaniyat Islands. I hope that's the way to pronounce it. So this is Joey. I met her. I met her from our hostel in Muscat, and she's from Singapore. Yes. Yeah, and she's on her, I think, how many countries have you been to already? And this is the, which For my Middle East trip, this is my 4th and the last country before I heading back to Singapore. Yeah, okay. So it was nice meeting you from here. So we are going together to the port, and then from there we are gonna go on our separate tours. Yeah. Day trips, I mean, yeah. I'm going for snorkeling and you're going to scuba diving. Both, yes. yeah. Hopefully. And I was supposed to do it yesterday, but because of the weather and they canceled my trip, so I hope they won't cancel it today. The weather looks good today. Yeah, it does actually. Okay, anyway, so we'll see how that goes. Okay, see ya. സോ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് കംപ്ലീറ്റ്ലി വെക്കേറ്റ് ചെയ്തുകൊണ്ട് ലഗേജ് എല്ലാം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിക്ക് ഈ ലഗേജ് എൻ്റെ കയ്യിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഐഡിയ വാസ് ദാറ്റ് ഐ കീപ്പ് ഇറ്റ് വിത്ത് ദി ഓഫീസ് പീപ്പിൾ ഇൻ ദിസ് പെർട്ടിക്കുലർ സ്പോട്ട്. പക്ഷേ എൻ്റെ ഡ്രൈവർ ചേട്ടൻ വാസ് ഇൻക്രെഡിബ്ലി സ്വീറ്റ് ദാറ്റ് ഹി ഓഫർ ടു ഹെൽപ്പ് മീ ബൈ കീപ്പിംഗ് ദ ലഗേജ് വിത്ത് ഹിം അണ്ടിൽ മൈ ആക്ടിവിറ്റീസ് ഓവർ. ആൻഡ് ദെൻ ഹി ഓൾസോ ടോൾഡ് ദാറ്റ് ഹിൽ കം പിക്ക് മീ അപ്പ് എൻ്റെ ആക്ടിവിറ്റി കഴിയുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ദൈവത്തിന് മനസ്സ് വിചാരിച്ച് പുള്ളിക്കാരനെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പെട്ടി പുള്ളിയുടെ ടാക്സിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് പോകുന്നത്. ഞാൻ സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്ന നേരത്തെ തള്ളി മറിച്ചല്ലോ. പക്ഷേ എനിക്ക് ഒടുക്കത്തെ ഭാഗ്യമായതുകൊണ്ട് അന്നത്തെ ക്ലൈമറ്റ് മോശമായിരുന്നു. അപ്പോൾ എന്നോട് ഇൻസ്ട്രക്ടർ പറഞ്ഞു സ്കൂബ ഡൈവിങ് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്, യു ക്യാൻ ഓൺലി ഡു സ്നോർക്കലിംഗ് എന്ന്. യെസ്, ഐ വാസ് സാഡ് ഒബ്വിയസ്ലി, പക്ഷേ ദെൻ യു റോൾ വിത്ത് ഇറ്റ്. സോ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലീവിങ്. നമ്മുടെ ബോട്ടിൽ ആക്ച്വലി കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡൈവിങ്ങും സ്നോർക്കലിംഗും ഒരുമിച്ചെടുത്തതാ. പക്ഷേ വേവ്സ് കൂടുതലുള്ള കാരണം കൊണ്ട് ഇപ്പൊ ഉച്ചയ്ക്ക് ഡൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രാവിലെ ആയിരുന്നെങ്കിൽ ഡൈവ് ചെയ്യായിരുന്നു. പക്ഷെ രാവിലെ ഞാൻ ഡൈവ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഞാൻ പോയ സ്പോട്ടൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. സോ ഐ തിങ്ക് ദിസ് ഇസ് എ പെർഫെക്റ്റ് പ്ലാൻ ഫോർ മീ, which I did not plan. Anyways, ഇപ്പതേ ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. And they said it's going to be 30 minutes boat ride. So yeah, pretty exciting. അപ്പോൾ ഈ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്പോട്ട് ഉള്ളത് ഈ ദൈമാനിയത്ത് ഐലൻഡ്സിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് വെള്ളത്തിൻ്റെ ഇടയിലാണ്. അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലാ, അത്യാവശ്യം കുറച്ചധികം വെള്ളം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൂരെ കാണുന്ന ഐലൻഡിന്റെ പേരാണ് ദൈമാനിയത്ത് ഐലൻഡ്സ്. ഇത് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യണമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. So the island, it's about 9 islands, a group of 9 islands. Okay, we are in island number 4. So this certain spot called Turtle City, we're going to snorkel here for some time, and then once we move from here, we're gonna have a break in the boat, and then we're going to Turtle Bay.
which is that side. And then from there you can go, guys, snorkel towards the beach. And if you want to get a suntan like me, okay, so much better. First of all, when you see the turtles, please and please, and the third one, please, okay, do not touch the turtles, okay, to preserve them. Yeah. The second one, don't sit, don't touch the turtles. Okay. That's the main thing. That's the main object you guys came for. Okay. So yeah, that's all. ഞാൻ ഇനി സ്നോർക്കിൾ ചെയ്യാൻ പോവാണ്. And the water is so blue. Look at that. It's so blue. Let's see if I can see any turtles. ഞാൻ കുറച്ച് ടോയ്ലറ്റ്സിനെ കണ്ടു, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പോയത് ആ സ്ഥലം അത്ര കറക്റ്റ് അല്ല. മേ ബി അടുത്ത സ്പോട്ട് കുറച്ചും കൂടി നല്ല ടോയ്ലറ്റ്സ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ചെറിയൊരു സ്നാക്ക് ഒക്കെ തന്നു, നമ്മളൊരു ബ്രേക്ക് എടുക്കാം. എൻ്റെ ഇങ്ങനെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗോപ്രോ പോലുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് കുഴപ്പമില്ലാത്തൊരു റീസണബിൾ റേറ്റിൽ കണ്ടുപിടിച്ച ഒരു മൊബൈൽ കവറാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് വാട്ടർ പ്രൂഫ് ആൻഡ് ഇറ്റ് ഡിഡ് ഇറ്റ് ജോബ് ഇൻക്രെഡിബ്ലി വെൽ. പക്ഷേ എന്നിരുന്നാലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇതെങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോവോ, ഫോൺ എങ്ങനെ മിസ്സായി പോവോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ദൈമാനിയത്ത് ഐലൻഡ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂമറസ് ഐലൻഡ്സ് ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു ഐലൻഡിൽ നമ്മളെ കൊണ്ടുപോയി. പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തോളാൻ പറഞ്ഞു. സോ ഐ spent enough and more time with myself and it was really serene, so peaceful, and the water is crystal blue just like how you can see it in the video. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഇതിനിടെ ഞാൻ പറയാൻ വിട്ടത്, ഇവിടെ ബോട്ടിൽ അവർ കുറച്ച് റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ തരും കേട്ടോ, ലൈക്ക് ജ്യൂസ് ആൻഡ് ചിപ്സ് അങ്ങനെയൊക്കെ. അങ്ങനെ അറൗണ്ട് ഒരു ഹാഫ് എ ഡേ നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേ സൺസെറ്റ് ടൈം ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോഴത്തേക്കും വേവ്സ് ഒക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഇനി ഏതൊക്കെ രാജ്യത്ത് ഒറ്റയ്ക്ക് പോയാൽ പോലും, പോകുമെന്നറിയില്ല, പോയാൽ പോലും ഈ ഒരു ട്രിപ്പ് സ്പെഷ്യലായിരിക്കും. കാരണം ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ വാണ്ടഡ് ടു ഡു സിൻസ് സോ ലോങ് ആൻഡ് ഐ ഫൈനലി പുൾഡ് ഇറ്റ് ഓഫ്. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇറ്റ്സ് 5:35 ഓർ സംതിങ്. ഐ ഹാവ് ടു റീച്ച് ദ എയർപോർട്ട് അറ്റ് 6 മിനിമം. അപ്പോൾ ഞാനിന് മുമ്പ് എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ചെക്ക് ഇൻ ഓൾറെഡി ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇറ്റ് ഈസ് എ റൺ. മൊത്തത്തിൽ ദ സ്നോർക്കലിംഗ് വാസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ ഫിഷസിനെ കാണാൻ പറ്റി. ടേർട്ടിൽസിനെ അങ്ങനെ കുറേ കണ്ടില്ല, 2-3 കണ്ടു. പക്ഷെ എന്നാലും അതുപോലും വലിയൊരു കാര്യമാണ് എനിക്ക്. പിന്നെ എനിക്ക് ഒട്ടും സമയമില്ലല്ലോ, ഞാൻ വേഗം നേരെ പോയി ഫ്ലൈറ്റ് കയറാമെന്നുള്ള പ്ലാൻ മാത്രമേ ഉള്ളൂ. ലഗേജൊക്കെ എനിക്ക് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കണം, എന്നാലേ ഒന്ന്
വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ലൈക്ക് കയറാൻ വേണ്ടിയിട്ട്, ചെക്കിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ട് ഓക്കെ ആണെന്ന് വിചാരിക്കാം. Okay, so this is Mr. Musa, and he is such a good person. He helped me keep my luggage in the car, and then he came to pick me again to go to airport. So if anybody is willing to come here, I'll leave his number, so anybody can call him. Okay? And thank you so much. Come, sister. എയർപോർട്ടിലെത്തിയ ശേഷം എനിക്ക് ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ്, നിമിഷം കുറച്ച് ഓരോ മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ബിക്കോസ് ഐ വാസ് പ്രിറ്റി സാഡ് ദാറ്റ് ഇറ്റ് ഗോട്ട് ഓവർ വെരി ഫാസ്റ്റ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഓഫീസുണ്ട്, അപ്പോൾ പിന്നെ അത് ആലോചിച്ച് വിഷമിച്ചിരുന്നു. എന്തൊക്കെയായാലും ഇത് നല്ലൊരു ട്രിപ്പായിരുന്നു. ഞാൻ ഷാർജ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ടാക്സി എടുത്ത് എൻ്റെ സ്വന്തം റാസൽ ഖൈമയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.